ഉം. ഉം. ഇന്നാ. ഉം. ഇന്നലെ രാത്രി മുതൽ റെസ്റ്റ് ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നോ? കാലിനൊക്കെ ഭയങ്കര വേദന. നല്ല ടയർഡ്നെസ് ആയിട്ടുണ്ട്. തലയ്ക്കും ഭയങ്കര ഭാരം. ഞാനൊന്ന് കിടന്ന് റെസ്റ്റ് ചെയ്തോട്ടെ. എന്തു പറയുന്നു? ഉം. ശരി ഏട്ടാ. ഉം. നീയും ആ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വന്നിട്ട് കിടന്നുറങ്ങിക്കോ. അ- അത്രേ ഉള്ളോ? ആ, അത്രേ ഉള്ളൂ. 2-3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റാ. ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? മുതിർന്നവരെന്നെ നല്ല നേരം നോക്കി റൂമിലേക്ക് പറഞ്ഞു വിട്ടപ്പോ നിങ്ങളൊന്നും വേണ്ടെന്ന് പറയുന്നു. ഇതൊക്കെ അത്ര വലിയ കാര്യമാണോ? ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് നോക്കാം. അതല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് നമുക്ക് നോക്കാം. എന്തായാലും നമ്മളിവിടെ ഒരുമിച്ചുണ്ടല്ലോ. ഈ ചെറിയ കാര്യത്തിനൊക്കെ ഇത്ര റിയാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒന്ന് കിടന്നുറങ്ങിക്കോ. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഗുഡ് നൈറ്റ്. ഇന്ന് മുതൽ സന്തോഷത്തോടെ പുതിയൊരു ജീവിതം തുടങ്ങുന്ന ഞാൻ വിചാരിച്ചെ. പക്ഷെ ഇങ്ങേർക്കാണെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ. അറ്റ്ലീസ്റ്റ് എന്നോട് കുറച്ചു നേരെങ്കിലും ഒന്ന് സംസാരിച്ചൂടെ? പാലും കുടിച്ച് മിണ്ടാതങ്ങ് കിടന്ന് ഉറങ്ങുക. ശ്ശെ. ശരി, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? 2 ദിവസം ഒന്ന് കാത്തിരിക്കാം. ഹാ. അതെ, കഴിക്കാനുള്ള എന്തെങ്കിലും റെഡിയായോ? ആ, റെഡി ആയിട്ടാ. പെട്ടെന്ന് എടുത്തുകൊണ്ട് വാ. സമയമായി. ഓഫീസിൽ പോണം. ഉം. ശരി, ഞാനിന്ന് ഇറങ്ങാണേ. ഉം. ഉം. ഹലോ ദീപ, പറഞ്ഞോടി. സുജാത, എന്തൊക്കെയുണ്ട് കാര്യങ്ങള്? അങ്ങനെയൊക്കെ പോകുന്നടി. ശരി, നിനക്ക് സുഖം തന്നെയല്ലേ? എനിക്ക് സുഖം തന്നെയാണ്. നിനക്കെന്ത് പറ്റി? വോയിസ് ഡള്ളായിട്ടുണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ലടി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ പറ. പ്രത്യേകിച്ചൊന്നുമില്ലടി. അടുത്ത മാസം ഞാൻ ചിലപ്പോ ഇന്ത്യയിലേക്ക് വരും. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു മാസം ലീവ് കിട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ ഇന്ത്യയിലെത്തുമ്പം എന്നെ വന്ന് മീറ്റ് ചെയ്യുമല്ലോ. അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? നീ ഇന്ത്യയിലേക്ക് വന്നാൽ ഞാൻ നിന്നെ വന്ന് കാണാണ്ടിരിക്കും തോന്നുന്നുണ്ടോ? ഇത്തവണ എന്തായാലും നീ എന്റെ വീട്ടിലേക്ക് വരണം കേട്ടോ. ഓ, തീർച്ചയായിട്ടും ഞാൻ വരാം. ഞാനും നിന്നെ കാണാൻ കാത്തിരിക്കുക.
മാരേജിന് ലീവ് കിട്ടാത്തതുകൊണ്ടാ നിന്നെ വന്ന് കാണാതിരുന്നത്. ഇത്തവണ ഞാൻ ഇന്ത്യയിൽ വന്ന നിന്റെ ഫാമിലിയുടെ കൂടെ ഒരു 2 ദിവസമെങ്കിലും സ്പെൻഡ് ചെയ്യണം. അതിനെന്താടി, നീ ഇങ്ങോട്ടേക്ക് വരുമ്പോ ഞാൻ എന്റെ ഭർത്താവിനോട് ലീവ് എടുത്ത് വീട്ടിലിരിക്കാൻ പറയാം. നീ വരുന്നതിന് മുമ്പ് എന്നെ ഒന്ന് ഫോൺ ചെയ്ത് അറിയിക്കണം കേട്ടോ. ഷ്യോർ, തീർച്ചയായും ഞാൻ വരുന്നതിന് മുമ്പ് കോൾ ചെയ്യാം. ഓക്കെ ആണോ? ബൈ. ബൈ. വരൂ. ഉം. ഉം. ഏട്ടാ, ആ? എനിക്ക് നല്ലോണം ഉറക്കം വരുന്നു. ഞാൻ ചെന്ന് കിടന്നോട്ടെ? ആ, ഓർക്കം വരുന്നുണ്ടോ? ശരി, നീ പോയി കിടന്നുറങ്ങിക്കോ. അപ്പോ നിങ്ങളും വന്നൂടെ? ഞാൻ കുറച്ചു നേരം ടി വി കണ്ടിട്ട് വരാം. നീ പോയി കിടന്നുറങ്ങിക്കോ. ആ, ആ, ശരി എന്നാ. ഉം. ഉം. ഡു, ഡാ, പുറകോട്ട് നോക്കടാ. വെടിവെക്ക്, 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 വിടല്ലേ, വിടല്ലേ. സൂക്ഷിച്ചു പോ. പുറകോട്ട് പോ. എടാ, എന്തായി കാണിക്കുന്നേ? ആ, അങ്ങനെ തന്നെ. ആ, വെടിവെക്ക്, വെടിവെക്ക്. അങ്ങനെ തന്നെ. എന്തായി കാണിക്കുന്നേ? വാ, 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 കവർ ചെയ്യേ. ഏട്ടാ, ഉം, ഇപ്പൊ സമയം എത്രയെന്നറിയോ? 1:30 അല്ലേ? 1:30യോ? ഇത്ര നേരായിട്ട് നിങ്ങൾ എന്തായി ചെയ്യുന്നേ? ഗെയിം കളിച്ചോണ്ടിരിക്കുന്നു. എന്തോന്ന്? ഗെയിം കളിക്കുകയാണെന്നോ? ആ, സാധാരണ കല്യാണം കഴിഞ്ഞവര് രാത്രി ഒരുമിച്ചിരുന്ന് സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുക. പക്ഷെ നിങ്ങൾ മൊബൈലിൽ ഗെയിം കളിച്ചോണ്ടിരിക്കുകയാണല്ലോ. 1:30 മണിവരെ ഉറങ്ങാണ്ട് ഗെയിം കളിച്ചോണ്ടിരുന്നാൽ എന്താ അർത്ഥം? ഇതൊന്നും ശരിയല്ല കേട്ടോ. അതെ, നിനക്ക് എന്തു പറ്റി? നമുക്ക് ഒരുമിക്കണമെങ്കിൽ ഇനിയും സമയമുണ്ട്. നീ പോയി കിടന്നുറങ്ങിക്കോ. ഞാൻ ഈ ഗെയിമും തീർക്കട്ടെ. അ, ശരി. ഉം. 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 ഏഹ്. ഏയ്. ആ. ഉം. ആ. ഉം. ഉം.